അപ്പോൾ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണെങ്കിൽ ഒരു നല്ല മഴയൊക്കെ പെയ്ത് ഇങ്ങനെ മഴയെല്ലാം പെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ശാന്തമായിട്ടിരിക്കുന്നത് നല്ലൊരു കാലാവസ്ഥയിലാണ് നിങ്ങളോടിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതാണെങ്കിൽ ഞാൻ എൻ്റെ ജൂലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജൂൺ അവസാനം വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും വരെയാണ് നമ്മളിത് നിർത്തിയിട്ടുള്ളത്. അപ്പം ഇനി ശേഷം ജൂലൈയിലോട്ട് കയറി കഴിഞ്ഞ ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ജൂലൈ 1 തൊട്ട് ഒരു 11 വരെ 10-11 വരെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്, നിങ്ങളെ കാണിക്കുന്നത്. അപ്പം ഇത്രയും ദിവസം ഞാൻ ആണെങ്കിൽ ചെറിയ ചെറിയ രീതിയിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതാണ് ഒത്തിരി അങ്ങ് ലാഗായി പോകുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേഗം അത് പറഞ്ഞ് പോകാം. ഓക്കെ, അപ്പം ഇതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്താണ് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ബേസിക്കലി ഞാൻ ഒരു UI/UX ഡിസൈനിങ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കണ്ടൻറ്റും ഉണ്ട്. അത് കൂടാതെ എൻ്റെ അത് പറയുന്നതാണ് എൻ്റെ പേഴ്സണൽ എങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് എങ്ങനെയൊക്കെയാണ് ഞാൻ അത് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. എൻ്റെ 6 മാസത്തെ ജേണി എന്ന് വെച്ചാൽ നമ്മൾ എന്ന് വെച്ചാൽ ഈ വർഷത്തെ പകുതിയോളം നമ്മളുടെ തീർന്ന ഒരു സമയമായിരുന്നില്ല. അപ്പം ഞാൻ അന്ന് എന്നെക്കുറിച്ച് തന്നെ ഞാൻ ആലോചിച്ചു, ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്. ഞാൻ എന്ന് വെച്ചാൽ ഈ ഒരു 6 മാസത്തെ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ടൊരു സ്റ്റഡി നടത്തി പഠിച്ചു. അപ്പം അതിൽ നിന്ന് വന്ന മാറ്റങ്ങൾ അതിലൊന്നാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഞാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്നെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ഈ വ്ലോഗ് എടുക്കുന്നുണ്ടല്ലോ, അതൊക്കെയാണ് അതിൻ്റെ ഒരു ഭാഗമാണ്, എല്ലാം വിഷയമാണ്. ഓക്കെ, അപ്പോൾ അതായിരുന്നു ആ ഒരു വീഡിയോയിൽ അങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞു വന്നത്. പക്ഷെ അത് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നില്ല, പറഞ്ഞിട്ട് അത് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അതിനുശേഷമാണെങ്കിൽ ഞാനാണ് മുടി വെട്ടാൻ പോയി, അതിനെക്കുറിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ മെയിനായിട്ട് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഞാനാണ് രാത്രിയിൽ ഡിസൈൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പാതിരാത്രിയിൽ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കുക. അതാണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് കാണിക്കുന്നത്. അപ്പം പാതിരാത്രിയിൽ ഡിസൈൻ ചെയ്യുക അത് സാധാരണ അങ്ങനെ ചിലത് മാത്രം അങ്ങനെ ചെയ്യാറുള്ളൂ. ഞാനാണേൽ വളരെ പ്രത്യേകത ഉള്ള ഒരാളാണ്, അതെനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാത്രിയിലൊക്കെ ചെയ്യുന്നത്. എനിക്ക് ആ സമയത്തായിരിക്കും ചിലപ്പം ഐഡിയ ഒക്കെ ഉദിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കാണ് ഇപ്പോൾ ഒന്ന് ബാത്റൂമിലൊക്കെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ആ ബാത്റൂമിൽ ഒരു അരമണിക്കൂറൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഐഡിയ കിട്ടാറുണ്ട്. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പോൾ മൊത്തത്തിൽ വിഷയമാണ് അതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്താണെങ്കിൽ നമ്മൾ രാത്രിയിൽ നമ്മൾ നല്ല കട്ടൻ കാപ്പി ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ കാണുക. ഓക്കെ, ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നിങ്ങളിപ്പോൾ കുപ്പിയാണ്, വെള്ളം തീർന്നു. അപ്പോൾ ഞാൻ വെള്ളം എടുക്കാൻ പോവാണ്. ഇപ്പം രാത്രി 7 മണിയായി. എന്തോ പറയാൻ വിഷയമാണ്. എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ചില സമയത്താണ് ഡിസൈൻ ചെയ്യാൻ, കാപ്പി ഉണ്ടാക്കാനൊക്കെ ഈ സമയം ഇങ്ങനെയൊക്കെ ആയിരിക്കും എനിക്ക് ചെയ്യാൻ തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര പോയായിട്ടാണ് എല്ലാം കാണിക്കുന്നത്. ഫുള്ള് വിഷയമാണ്. അപ്പോൾ ഞാൻ വെള്ളം നിറച്ചു. അപ്പോൾ ഇനിയാണെങ്കിൽ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ മൊത്തത്തിൽ ഇതായിരിക്കും. അവിടെ എൻ്റെ കൂടെ ഉള്ളതൊക്കെ കിടക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആൾ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിഷ്വൽസൊക്കെ കാണിക്കാം. വിഷയമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ക്രേവിങ്സ് അല്ലേ ഇത് പണിയെടുക്കാൻ വേണ്ടി തുടരുന്നതാണ്. അവിടെ കയറ്റം കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അടപ്പായി. അത് വിഷയമാണ്. അപ്പോൾ നമുക്കെന്നാ പോവാം. ഉണ്ടാക്കാം. വിഷയമാണ്. ഭയങ്കര തണുപ്പാണ്. ഞാൻ ഫാൻ കുറച്ചാൽ വെച്ചേക്ക് നന്നാലും തണുക്കുന്നുണ്ട്. നല്ല ക്ലൈമറ്റ്. വിഷയം രാത്രി ഇച്ചിരി തണുപ്പാണ്. അപ്പോൾ എന്നെ കാണാനോ എൻ്റെ ഇവിടെ ഉള്ള റൂമിലേക്ക് വീട്ടിൽ പോയേക്കാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ രണ്ട് ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ, ഇതാണ് എൻ്റെ ലൈറ്റ്. കണ്ടോ, ഏതാ ലൈറ്റ്, ഏതാ വൈബ്.
ഇടയ്ക്ക് ഞാൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെ രാത്രി വർക്ക് ചെയ്യാറുണ്ട്. അപ്പം അന്നേരം എനിക്ക് മനസ്സിൽ തോന്നുമ്പോൾ ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തതാണ്. ഒരു ലൈറ്റ് വാങ്ങിച്ചിരുന്ന സെറ്റ് ചെയ്ത് എൻ്റെ ആശ്വാസം മതി. അപ്പം നിങ്ങൾ കട്ടൻ ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം അതിനുശേഷം ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ പിന്നെ ഡിസൈൻ ചെയ്യാനായിട്ടാണ് പോയത്. അതാണ് നമ്മുടെ മെയിൻ പാർട്ട്. ഓക്കെ, അപ്പോൾ ഡിസൈൻ ചെയ്തതാണെങ്കിൽ അത് ഒരു സോങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഇതായിരുന്നു, ഒരു വർക്കായിരുന്നു. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആയിട്ട് കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര ലാഗാവും. അതുകൊണ്ടാണ് ഞാൻ അതത്രയും കാണിക്കാത്തത്. ഓക്കെ, അപ്പം അത് ഒരു ഡിവോഷണൽ സോങ്ങാണ്. അപ്പം അതിൻ്റെ ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഒരു ലോഗോ വർക്കായിരുന്നു ചെയ്തത്. അപ്പോൾ അതിനാണെങ്കിൽ ഞാൻ തന്നെ ഒരു 4-5 റെഫറൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്നൊരു ഫൈനലായിട്ടൊരു ലോഗോ ചൂസ് ചെയ്തു. അപ്പോൾ അതിൽ 1, 2, 3, 4 ഓക്കെ ഇങ്ങനെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതിവിടെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങളെ കാണും. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഇവിടെ ഇപ്പോൾ കാണിക്കുന്നതായിരിക്കും ഫൈനൽ. ഓക്കെ, അതാണ് ഞാൻ ഫൈനലായിട്ട് ചെയ്തത്. അപ്പോൾ ഇത് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അന്നേരം തോന്നുന്ന തോട്ട് വെച്ച് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പാട്ടാണെങ്കിൽ ഒരു റിവൈവൽ സോങ് ആണ്. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് വന്നിരിക്കുന്ന ആ ഇതിനകത്താണെങ്കിൽ ഫൈനലൈസ് ചെയ്ത ലോഗോയ്ക്കകത്താണെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുക, ഒരു അഗ്നിജ്വാലയുടെ ഒരു ഫീല് അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിനകത്ത് വേറെ കൊണ്ടുവന്നിട്ടുള്ളത് ആണെങ്കിൽ ഒരുപാട് വളരെ മിനിമലായിട്ടുള്ള സാധനമാണ്. പിന്നെ ഒരു ലെഫ്റ്റ് അലൈൻഡായിട്ടാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങളിപ്പം ലോഗോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് മാ എന്നുള്ള അക്ഷരത്തിൻ്റെ അവിടെ ആണെങ്കിൽ ആ മായുടെ അതിൻ്റെ പകുതി കട്ട് ചെയ്തിട്ടാണ് അത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് അതിനകത്ത് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന് നല്ലൊരു ടാഗ്ലൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രത്യേകം ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്ററും ചെയ്തിട്ടുണ്ട്. 2 പോസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇനി ഔട്ട് നൗ പോസ്റ്റർ കൂടെ ഉണ്ട്, അത് ചെയ്യാനുണ്ട്. അത് ഇതുവരെ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിനി ചെയ്യണം. പിന്നെ അതേപോലെ തന്നെയാണെങ്കിൽ നമുക്ക് ഇവരുടെ വീഡിയോ കൂടെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അത് പുറകാലെ വരുന്നതായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ ഇപ്പോൾ ആണെങ്കിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ ഇവിടെ വരും. ഓക്കെ, പിന്നെ അതിന് ഇപ്പുറത്ത് നമ്മൾ ഒരു രണ്ടാമത് ചെയ്ത പോസ്റ്ററും വരും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക എങ്ങനെയുണ്ടെന്നൊക്കെ. ഓക്കെ, പിന്നെ എല്ലാം ഞാൻ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങളൊരു കാര്യം വിചാരിക്കും, ഇതൊരു ചെറിയ വീഡിയോ ആണെന്നുള്ളൊരു ചിന്തയുണ്ടാവും. പക്ഷേ ഇതാണ് 2 ആഴ്ചയായിട്ട് നടന്നത്. അപ്പം നിങ്ങൾക്കിതിപ്പോൾ ചെറിയ വീഡിയോ ആയിട്ട് തോന്നുമെങ്കിലും പക്ഷേ ഇതാണെങ്കിൽ ഇതിനകത്ത് നടന്നിട്ടുള്ള പ്രൊസീജിയേഴ്സൊക്കെയാണ് ഭയങ്കര വലുതാണ്. അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ ആ എഡിറ്റ് ചെയ്യുന്നതും ഡിസൈൻ ചെയ്യുന്നതും ലോഗോ ഒക്കെ ഡിസൈൻ ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ ഒത്തിരി സമയമെടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് വെറുതെ വലിച്ചു നീട്ടി നിങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്നും പറയാറുള്ള പോലൊക്കെ തന്നെ എല്ലാം വിഷയമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി അധികം ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ നല്ലൊരു മഴ പെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നു. ഇനി അധികം വൈകിപ്പിക്കുന്നില്ല. അപ്പം എന്നും പറയാറുള്ള പോലെ തന്നെ എല്ലാം വിഷയമാണ്. ടാറ്റ, ബൈ ബൈ, സി യു. അപ്പം വീണ്ടും എല്ലാവരും ഇവിടുന്ന് നിർത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങളെല്ലാവരും ആണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇത് കാണിക്കും, സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബട്ടണൊക്കെ അവസാനം കാണിക്കും. അപ്പം നിങ്ങളതെല്ലാം പോയി സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടാണ് എന്നെ ഞാനാക്കി മാറ്റുന്നത്. അതാണ് വിഷയമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ, സി യു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ തൊട്ട് നമ്മൾ ഫുള്ള് വിഷയമായിരിക്കും. വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും വിഷയമല്ല, വേറെ ലെവലായിരിക്കും. അതാണ് നിങ്ങൾക്ക് എൻ്റെ കുറേ ഒബ്സർവേഷൻ അതിനകത്ത് കാണും. അപ്പം നിങ്ങളതെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ടാറ്റ, ബൈ ബൈ.